ഡ്രൈ ഡേ പിൻവലിക്കില്ല, പ്രവർത്തന സമയം കൂട്ടില്ല, ലൈസൻസ് ഫീസ് ഉയർത്തുന്നത് തുടരും. ബാർ മുതലാളിമാരെ ആഗ്രഹിക്കുന്ന ഇളവുകൾ ഒന്നും നൽകില്ല. CPI കടുത്ത നിലപാടിലേക്ക്. മദ്യനയത്തിൽ ഇടതുമുന്നണി ചർച്ചകൾ ഇനി നിർണായകമായിരിക്കും. ആ ശബ്ദരേഖ തകർക്കുന്നത് ആരുടെ മോഹം? നമസ്കാരം, നമുക്ക് ചർച്ച ചെയ്യാം. ബാർ അസോസിയേഷൻ ഭാരവാഹിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ ഓരോ നീക്കങ്ങളും അതീവ ജാഗ്രതയോടു കൂടിയായിരിക്കും. CPIയും ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കും. IT പാർക്കുകളിൽ ബാർ ലൈസൻസ് അടക്കം ഇനി ഇടതുമുന്നണിയാകും തീരുമാനമെടുക്കുക. മദ്യനയത്തിലെ ഇളവിനു വേണ്ടി പണപ്പിരിവ് നിർദ്ദേശിച്ചെന്ന ആരോപണം ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് V. സുനിൽകുമാർ തള്ളിയിരുന്നു. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അനിമോൾ വാട്സാപ്പിലൂടെ നൽകിയ ശബ്ദ സന്ദേശം ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പ്രതികരിച്ചു. CPMുമായി അടുത്ത് നിൽക്കുന്ന വ്യക്തി കൂടിയാണ് സുനിൽകുമാർ. മദ്യനയത്തിൽ ആലോചനകളിലേക്ക് സർക്കാർ കടക്കുന്നില്ല. പ്രാരംഭ ചർച്ചകൾ പോലും തുടങ്ങിയിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ മദ്യനയത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നടപ്പിലാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവിന് ശ്രമിക്കുന്ന എന്നുള്ളത് ഗൗരവമായി കാണുന്നത്. അതിശക്തമായിട്ടുള്ള നടപടി അത്തരക്കാർക്കെതിരെ ഉണ്ടാക്കുമെന്ന് സർക്കാർ പറയുന്നു. വിവാദ പശ്ചാത്തലത്തിൽ ഡ്രൈ ഡേ തുടരും. ഡ്രൈ ഡേ പിൻവലിക്കാനോ ബാറുകൾ സമയം കൂട്ടാനോ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി MP രാജേഷും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ മദ്യനയം സംബന്ധിച്ച് പ്രാഥമിക ആലോചന പോലും ആരംഭിച്ചിട്ടില്ല. തെറ്റായ വാർത്തകൾ വിശ്വസിച്ച് അവസരം മുതലെടുക്കാൻ ചില കുബുദ്ധികൾ ഇറങ്ങിത്തിരിച്ചു എന്ന് വേണം അനുമാനിക്കാൻ. ഇക്കാര്യത്തിൽ അന്വേഷണം ശക്തമായ നടപടി ഉണ്ടാകുമെന്നും എക്സൈസ് മന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. ബാറുകാരെ സർക്കാരിന് ഏറ്റവും അധികം സഹായിക്കാനാവുക ലൈസൻസ് ഫീസിന്റെ കാര്യത്തിലാണ്. 2016 23 ലക്ഷമായിരുന്നു ലൈസൻസ് ഫീസ്. 2011-16 UDF സർക്കാർ കാലത്ത് ലൈസൻസ് ഫീസ് 1 ലക്ഷം മാത്രമാണ് കൂട്ടിയത്. ഇപ്പോൾ ലൈസൻസ് ഫീസ് 35 ലക്ഷമാണ്. 8 വർഷത്തിനിടെ 12 ലക്ഷത്തിന്റെ, അതായത് 50% വർധനവ്. കഴിഞ്ഞ മദ്യനയത്തിൽ മാത്രം 5 ലക്ഷം രൂപയാണ് വർദ്ധിപ്പിച്ചത്. അടുത്ത മദ്യനയത്തിൽ ഫീസ് വീണ്ടും ഉയർത്തും. കുറ്റകരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ UDF കാലത്ത് പിഴ മാത്രമാണ് ഈടാക്കിയിരുന്നത്. LDF സർക്കാർ അത് ലൈസൻസ് റദ്ദാക്കിയും പിഴയുമായി മാറ്റി. പിഴ UDF കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂട്ടി. ഈ സർക്കാർ അത് വീണ്ടും ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ആദ്യം സസ്പെൻഷൻ, അത് കഴിഞ്ഞ് പിഴ. സസ്പെൻസ് ഇല്ലാതെ വാങ്ങിയ പിഴയുടെ ഇരട്ടിയാണ് സസ്പെൻഷൻ ശേഷമുള്ള പിഴ. നിയമലംഘനത്തിൽ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 52 കേസുകളാണ് ഇങ്ങനെ എടുത്തത്. തൽക്കാലം ഈ കേസുകളും റെയ്ഡുകളും ഇനിയും തുടരും. ബാർകോഴ വിവാദത്തിൽ പണപ്പിരിവ് ആരോപണത്തിന് പിന്നാലെ ഗൂഢാലോചന അന്വേഷിക്കുമെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ് പരാതി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. മന്ത്രിയുടെ പരാതി ക്രൈംബ്രാഞ്ച് ADGP കൈമാറി. ഇത് സംബന്ധിച്ച് മന്ത്രി MP രാജേഷ് DGPക്കാണ് പരാതി നൽകിയത്. ഈ പരാതിക്കാണ് ക്രൈംബ്രാഞ്ചും ADGPയും കൈമാറിയത്. വസ്തുതവിശുദ്ധമായ കാര്യങ്ങൾ പ്രചരിക്കുന്നുവെന്നും പണപ്പിരിവ് ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കുമെന്നും DGPക്ക് നൽകിയ കത്തിൽ സംസ്ഥാന എക്സൈസ് മന്ത്രി MP രാജേഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രചരിക്കുന്ന വീഡിയോ സന്ദേശം കുറിച്ച് അന്വേഷിക്കുമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ മദ്യനയം നടപ്പാക്കുന്നതിന് സംസ്ഥാനത്തെ ഓരോ ബാറുടമയും 2.5 ലക്ഷം വീതം ആകെ 25 കോടി കോഴ വാങ്ങാൻ നീക്കമുണ്ടെന്ന് വെളിപ്പെടുത്തൽ കേട്ടിരുന്നുവെന്നും ശബ്ദരേഖ സർക്കാർ വളരെ ഗൗരവത്തോടെ കാണുന്നുവെന്നും നേരത്തെ എക്സൈസ് മന്ത്രി MP രാജേഷ് പ്രതികരിച്ചിട്ടുണ്ട്. മദ്യനയത്തിൽ പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ലെന്നും ഗൂഢാലോചന ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. സർക്കാർ ഏർപ്പെടുത്തിയ കർശന നടപടികൾ പലർക്കും അസ്വസ്ഥ ഉണ്ടാക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചിരുന്നു.